ഹലോ ഹായ് അസ്സലാമു അലൈക്കും. സൗണ്ടിനൊക്കെ ഒരു കുഴപ്പമുണ്ടാവും കേട്ടോ. എനിക്ക് സുഖമില്ല, തീരെ സുഖമില്ല, കിടത്താൻ തന്നെ, ഉറക്കമൊന്നുമില്ല. അപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ദ്വാരക്കുക കേട്ടോ. ഇത് ഞാൻ എൻ്റെ സ്കൂളിൽ ഒരു ചാരിറ്റി ആയിട്ട് ഒരു ഇത് വെച്ചേന്, പഴയ കാല സാധനങ്ങൾ, ഒരുപാട് കാണാത്ത സാധനങ്ങളൊക്കെ കാണാൻ പറ്റിട്ടോ. കുറേ കൊല്ലം മുന്നുള്ള ഖുർആന്, പിന്നെ ഇതിൻ്റെ ഇവിടെ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നും. പിന്നെ പല നോട്ടുകൾ കുറേ ഉണ്ടായിരുന്നു കാണാൻ. കുറേ പഴയ സാധനങ്ങളും കണ്ടു ഞാൻ. കുറേ കോയിൻസ്, കുറേ പഴയ കാല ഫോണുകൾ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എന്താന്ന്. അപ്പോൾ അതിൻ്റെ ചുറ്റിനൊരു കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് നിന്നാണ്ടാണ് വീഡിയോ എടുക്കുന്നത്. നല്ല സൂം ചെയ്തൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇതൊരു മണിക്കൂറിലധികം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിടുന്നത്. എന്നാലും കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഒന്ന് പറയണേ. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇതൊരു ചാരിറ്റി ആയിട്ട് ഒരാളെ ട്രീറ്റ്മെൻറ്റിനും വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളോട് എന്തായാലും കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കയറി കണ്ടതേനു കേട്ടോ. അപ്പോൾ ഞാനിത് വീണ്ടും കിട്ടിയിട്ടില്ലാന്ന് വിചാരിച്ച് ബാക്കിലോട്ട് ഒന്നുകൂടി സൂം ചെയ്തെടുത്തതാണ്. അതിൻ്റെ അടുത്ത് അവിടെ നിൽക്കുന്ന ചെക്കന്മാർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓരോരോ ഫോണുകൾ, പഴയകാല ഫോണുകൾ, കോയിൻസ്, നോട്ടുകൾ, പിന്നെ പഴയകാല ചരവകൾ, പിന്നെ പെട്ടികൾ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പല നാട്ടിലെയും. പിന്നെ കോയിൻസ്, പഴയകാല ഇത് കുറച്ചൊന്ന് സ്പീഡിലായിട്ട് ചിലതൊന്നും വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡാക്കിയത്, അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും. ഇവന് കുറേ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ. അപ്പോൾ അവിടെ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവനിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ വിവരിക്കണില്ല, ബാക്കി നിങ്ങൾ കണ്ടോളി കേട്ടോ. 50 മുതൽ 80 വരെ ജനിച്ചവർക്ക് ഇത് മനസ്സിലാകും. നാം പിന്നിട്ട വഴികൾ, നമ്മുടെ കൊച്ചു കേരളം എത്ര മനോഹരമായിരുന്നു. യഥാർത്ഥത്തിൽ അന്നായിരുന്നു ദൈവത്തിന്റെ സ്വന്തം നാട്. തെങ്ങുകൾക്കെല്ലാം തടമെടുത്ത് വളം ചെയ്യുമായിരുന്നു വർഷാവർഷം. അതിന്റെ നന്ദി എന്ന വണ്ണം തലപ്പിലേക്ക് കയറാൻ പോലും ആകാത്ത വിധം തിങ്ങിക്കായ്ച്ച് പ്രസാദിക്കുമായിരുന്നു അവ. മാസാമാസമുള്ള വിളവെടുപ്പ്. കിട്ടിയ തേങ്ങയിൽ വീട്ടാവശ്യത്തിനുള്ളതെടുത്ത് ബാക്കി ഉണക്കി കൊപ്രയാക്കി ആട്ടിയ വെളിച്ചെണ്ണ കൊണ്ടുവരുമ്പോൾ ആ പ്രദേശം മുഴുവൻ അറിയുമായിരുന്നു നാളികേര സുഗന്ധം. തൊഴുത്തിലെപ്പോഴും ഒരു പശുവിനെങ്കിലും കറവ ഉണ്ടാകുമായിരുന്നു. പാലും മോരും തൈരും വെണ്ണയും നെയ്യും അടുക്കളയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുമായിരുന്നു. നെല്ലും പയറും മുതിരയും ഉഴുന്നും ഊഴം പോലെ മുറ്റത്ത് കിടന്ന് ഉണങ്ങുമായിരുന്നു. പുരയിടങ്ങളിൽ അമ്മ നടുന്ന പച്ചക്കറിക്ക് വെള്ളമൊഴിക്കാനായി ഓടി നടക്കുന്ന അച്ഛൻ. ചെറിയ മൺപാത്രങ്ങളിൽ വെള്ളം തൂക്കി നിരനിരയായി ഞങ്ങൾ കുട്ടികൾ ചീരയെയും കൈപ്പയെയും വെണ്ടയെയും നനച്ചിരുന്നു. ഇടക്കൊക്കെ മൂക്കാത്ത വെള്ളരിയും വെണ്ടയും പൊട്ടിച്ചു വായിലാക്കിയിരിക്കും. വൈകുന്നേരം ഒരു പ്രധാന ജോലിയുണ്ട്. തലേന്ന് കത്തിച്ചു വെച്ച കരി പിടിച്ച കറുത്ത മണ്ണെണ്ണ വിളക്ക് തുടച്ചു മിനുക്കി വെക്കണം. അത് കഴിഞ്ഞ് കിണറ്റിൻ കരയിൽ ചെന്ന് വെള്ളമെടുത്ത് ലൈഫ് ബോയ് സോപ്പും ചകിരിയും ഉപയോഗിച്ചുള്ള കുളി. പിന്നെ ക്യൂട്ടിക്യൂറ പൗഡറിന്റെ സുഗന്ധം. വൈകുന്നേരം ചായ കുടിക്കാനെന്നും പറഞ്ഞ് കടയിലൊക്കെ പോയി സന്ധ്യക്ക് വീട്ടിലേക്ക് വരുന്ന അച്ഛന്റെ കയ്യിൽ കാണും ഒരു പൊതിയും എവറഡി ടോർച്ചും. കണ്ണിലും മനസ്സിലും അത് തെളിയിക്കുന്ന പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയുടെ ആത്മബന്ധത്തിന്റെ കരുതൽ സുഖം. മണ്ണെണ്ണപ്പുക വലിച്ചു കയറ്റിക്കൊണ്ട് അമ്മ ചോറ് തിന്നാൻ വിളിക്കും വരെയുള്ള പുസ്തക വായന. കൂട്ടിന് വയലിൽ നിന്നുള്ള തവളകളുടെ മേളം. ഉറങ്ങാനുള്ള തിരക്ക് കൂട്ടൽ. കാലത്തെണീറ്റാൽ ഉടനെ ഉണക്കയിലകൾ കൂട്ടിയിട്ട് കത്തിച്ച് വട്ടം കൂടിയിരുന്ന് തീക്കായം. ആ സമയത്ത് മഞ്ഞ് വീണ് നിറഞ്ഞ വൈക്കോൽ കൂനയിൽ നിന്നും വെളുത്ത പുക ഉയരുന്നുണ്ടാകും. കുളിയും ചായകുടിയും കഴിഞ്ഞ് 9 മണി എന്ന കണക്കിൽ പുസ്തകക്കെട്ടിന് ഇലാസ്റ്റിക്കും വലിച്ചിട്ട് ബട്ടൺ പൊട്ടിയ ട്രൗസറും പിടിച്ച് ഒറ്റ ഓട്ടം സ്കൂളിലേക്ക്. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അടുക്കളയുടെ ഓടിനിടയിൽ നിന്ന് പുകയുയരുന്നത് ദൂരെ നിന്ന് കാണുമ്പോഴേ ഉത്സാഹമാണ്. അമ്മ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുകയോ ഉണക്ക കപ്പയോ ചേമ്പോ പുഴുങ്ങുകയോ ആകും. അതും കഴിഞ്ഞ് കണ്ടത്തിലേക്കോ അടുത്തുള്ള പറമ്പിലേക്കോ ഒരോട്ടമാണ്. പന്തുകളി, ഗോലികളി, കിളികളി മുതൽ അങ്ങോട്ട് പലതരം കളികളും അഭ്യാസങ്ങളുമായി നേരം ഇരുണ്ട് വീട്ടിൽ നിന്ന് വിളി വരുന്നത് വരെ. പിന്നെ പലതരം കച്ചവടക്കാർ, എല്ലാവരും വർഷങ്ങളായി വീടുകളുമായി ബന്ധമുള്ളവർ. ഊട്ടുപാത്രങ്ങൾ തലയിലേറ്റ് കൊണ്ടുവരുന്ന ആളുകൾ. വിഷു ആകുമ്പോഴേക്കും മൺപാത്രങ്ങൾ വലിയ
കൊട്ടകളിൽ കൊണ്ടു നടന്ന് വിറ്റ് പകരം നെല്ലോ പയറോ വാങ്ങിപ്പോകുന്ന സ്ത്രീകൾ, തഴപ്പായ നെയ്ത് വർഷാവർഷം പറയാതെ തന്നെ വീട്ടിൽ കൊണ്ടു തന്നിരുന്ന അമ്മൂമ്മ, കുട്ടനിറയെ കുപ്പിവളകളും കൺമഷിയും മറ്റുമായി വന്നിരുന്ന വളക്കച്ചവടക്കാർ, കല്ലുകൊത്താനുണ്ടോ എന്ന് വിളിച്ചു കൊണ്ടുവന്നിരുന്ന കല്ലുകൊത്തികൾ, പിന്നെയുമുണ്ട് ഒരുപാട് പേർ, പാത്രക്കച്ചവടക്കാർ, തുണി അലക്കുന്നവർ, തലക്കുഴിയാൻ മൺപ്രതിമയുമായി വരുന്നവർ, അങ്ങനെ ഒരുപാട് പേർ. അവരൊക്കെ ഒരു കാലത്ത് ആ സംസ്കൃതിയുടെ ഓരോ ഭാഗങ്ങളായിരുന്നു. അന്നെല്ലാം ആർക്കും ആരെയും സംശയമോ അകൽച്ചയോ ഭയമോ ഉണ്ടായിരുന്നതായി കണ്ടിട്ടില്ല. വീടുകൾക്ക് മതിലുകളില്ലായിരുന്നു. ആളുകൾ എല്ലാ പറമ്പുകളിലൂടെയും വീട്ടുവളപ്പുകളിലൂടെയും യഥേഷ്ടം വഴി നടന്നിരുന്നു. എല്ലാം എല്ലാവരുടെയും സ്വന്തമാണെന്ന് തോന്നലുണ്ടായിരുന്നു. അരിയായാലും തേയിലയായാലും ചുറ്റുമുള്ള വീടുകളിൽ എവിടെയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. എല്ലാവർക്കും അതിൽ അവകാശമുണ്ടായിരുന്നു. വീട്ടിലെ കറിക്ക് രുചിയില്ലെങ്കിൽ പാത്രവും എടുത്ത് അയൽപക്കത്തേക്ക് ഒറ്റയോട്ടമായിരുന്നു. എവിടുന്നും എപ്പോഴും ഭക്ഷണമോ വെള്ളമോ കിട്ടുമായിരുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും പാകം ചെയ്താൽ ഓരോ ഓഹരി അയൽ വീടുകളിലും എത്തിയിരുന്നു. കുരുത്തക്കേട് കണ്ടാൽ മുതിർന്നവർക്കും അധ്യാപകർക്കും ശാസിക്കാൻ ആരുടെ മക്കളാണെന്ന് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മക്കൾ എല്ലാവരുടെയും മക്കളായിരുന്നു. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ ആരോടും ഒന്നും പറയണ്ട. അയൽപക്കത്തുള്ളവർ പൊടിയേരിക്കഞ്ഞിയും ചമ്മന്തിയും തോരനുമായി നീളമുള്ള അടുക്കുപാത്രവുമായി വരും. എന്നിട്ട് കൂട്ടിനിരിക്കുന്നവരെ വീട്ടിലേക്ക് വിടും, കുളിച്ച് വസ്ത്രം മാറി വരാൻ. അടുത്ത വർഷം വരെ മനസ്സിൽ തങ്ങി നിൽക്കാൻ പാകത്തിൽ കൊല്ലത്തിൽ 1-2 പ്രാവശ്യം മാത്രം ലഭിച്ചിരുന്ന മാസ്മരിക ഗന്ധം തീർത്ത് മനസ്സിലും ശരീരത്തിലും കുടിയേറിയിരുന്ന കോടിയുടുപ്പുകൾ, മുറ്റത്ത് നിന്ന് മുല്ലയും കനകാംബരവും പറിച്ചു കോർത്ത മാലയുടെ ഗന്ധം, തൊടികളിൽ നിന്നും ഇടവഴികളിൽ നിന്നും കുന്നിൻ പറമ്പുകളിൽ നിന്നും പൂക്കൾ പറിച്ച് താളിലയിൽ പൊതിഞ്ഞു കൊണ്ടുവച്ച് പൂക്കളങ്ങൾ ഉണ്ടാക്കിയ കാലം, പിന്നീട് എപ്പോഴോ പോയി മറഞ്ഞ മനോഹരമായ ആ കാലം. ഇടക്കൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ അതിങ്ങനെ മനസ്സിൽ വന്ന് പതിയെ വിളിക്കും. ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ മതി, നമ്മളെയും എടുത്ത് പറക്കും കാലങ്ങൾക്ക് പിറകിലോട്ട്. എല്ലാവരും അറിയട്ടെ, ഇങ്ങനെയുള്ള ഒരു നല്ല കാലം നമ്മളിൽ പലർക്കും ഉണ്ടായിരുന്നു എന്ന്. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത കാലം. അങ്ങനെ ആ നല്ല കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഇനി ഒരിക്കലും അങ്ങനത്തെ നല്ല കാലം തിരിച്ചു വരൂല അല്ലേ. കുറേയൊക്കെ അതിലുള്ളത് നമുക്കും അനുഭവമുണ്ട്. പിന്നെ 90-ന് ശേഷം ഉള്ളവർക്കായിരിക്കും അധികം അങ്ങനത്തെ അനുഭവങ്ങളൊന്നും അധികം ഇല്ലാത്തല്ലേ. ഈ 90-കളിൽ ജനിച്ചവർക്ക് 2 കാലഘട്ടമായിട്ട് കുറച്ച് ബന്ധമുണ്ടെന്നാണല്ലോ പറയാം. അപ്പോൾ ഞങ്ങളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇയ്യാത്ത ഓളെ ചെരുപ്പൂരി എൻ്റെ കൂട്ടത്ത് വെച്ച്. അപ്പോൾ ഓൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ചെരുപ്പ് ഇവിടെ കിടക്കട്ടെ എന്ന് കരുതിയാക്കും. അങ്ങനെ കണ്ടിട്ടും തീരാത്ത ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ പഴയ കാലത്തെ പെട്ടികൾ, പണ്ടത്തെ ഈ പെട്ടികളൊക്കെ ആരൊക്കെ വീട്ടിലുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണേ. ഓരോ ഓർമ്മകൾ അല്ലേ, പഴയ കാലത്തേക്കൊരു തിരിഞ്ഞു നോട്ടം. ഇത് കഴിഞ്ഞിട്ട് പഴയ കാലത്തിൽ നമ്പൂതിരിമാരൊക്കെ അവിടെ പിന്നെ ഉപയോഗിക്കുന്ന പാത്രങ്ങളും അതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ കടായി അല്ലേ, ഇതൊക്കെ ഇട്ട് ഇളക്കാൻ നമ്മളെ തൈര് കടയാനൊക്കെ. ഇതാ അമ്പും വില്ലും നോക്കി. അത് കഴിഞ്ഞിട്ട് ഇതെന്താണ്, ലിബ്ര. ഇതെന്താ, നുകം. പഴയ കാലമുള്ളവർക്ക് നല്ല അറിയാൻ മതിയാവില്ലേ. എനിക്ക് കറക്റ്റ് എല്ലാം അറിയില്ല. ഇപ്പുറത്ത് കയറ് കുറച്ച് ഇങ്ങേ സൈഡിലായതുകൊണ്ട് അധികം അടുത്ത് നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒരുവിധം എങ്ങനെയോ എടുത്തതാണ്. പിന്നെ എൻ്റെ ബാച്ചിൽ ലേറ്റായി വന്നവരുണ്ടായിന്. അപ്പോൾ ഒരു പറഞ്ഞു നീ വീഡിയോ ഇടില്ല, ഇങ്ങനെ കണ്ടോളാന്ന്. ഒരു നമ്മൾ ഇറങ്ങാൻ നേരത്തെ വന്ന്, അപ്പോൾ പിന്നെ ഒരുമിച്ച് ഇറങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കാണാൻ കയറിയില്ല. പിന്നെ ഇത് പഴയ കാലത്ത് നമ്മൾ ഓരോന്ന് എടുത്ത് വെക്കുന്ന പാത്രമല്ലേ. പണ്ടൊക്കെ ഓരോ ഇതിലിങ്ങനെ ഭരണികളിലായിട്ട് ഇനിയെല്ലാം എടുത്ത് വെച്ചിരുന്നത്. പിന്നെ ഇതാ എന്തൊക്കെയോ ഉണ്ട്, ചായപാത്രങ്ങൾ, ചെറ്റ. ഇത് നമ്മൾ പണ്ടത്തെ ഹാങ്ങർ, തൂക്കിയിടുന്ന ക്ലോക്ക്, അളവ് പാത്രങ്ങൾ, പിന്നെ കുറേ കുഴിയുള്ള പാത്രം. കുറേ കറികളും കൂട്ടാനും ഒരു പാത്രത്തിൽ കൊണ്ട് വെച്ചാൽ മതിയല്ലോ. ഇപ്പം ഫുള്ള് സ്റ്റീലിൻ്റെ അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ. അതിൽ കൂട്ടാനും ഉപ്പേരിയൊക്കെ ആക്കി വെക്കാൻ പറ്റിയ അങ്ങനത്തെ പാത്രം. എന്താ മുതടി ചെരുപ്പുകൾ. അത് എൻ്റെ വീട്ടിലൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുള കൊണ്ടുള്ളത്. പിന്നെ ഇതോ പണ്ടത്തെ നമ്മൾ മരുന്ന് ഇതാക്കാനും ഓരോന്ന് ഇടിക്കാനും വെറ്റില ഇതാക്കുന്നവർക്ക് ഇതാക്കാനൊക്കെ ഉള്ള പാത്രം, ചിരട്ട കൊണ്ടുള്ളത്. ഇത് പഴയ കാലത്തെ ഇതാട്ടോ, കല്ലുകളും ഇതൊക്കെയാണ് കേട്ടോ.
ഇത് ബുദ്ധ സന്യാസികൾ അവർ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇതാണ് 1000 വർഷം വയക്കൽ ഖുറാൻ. ഇറാഖത്തെ മുസാഫാണ്. 5 ഗ്രാം വെയിറ്റ് ഉണ്ട്. പിക്ചറിൽ ഇതേ ഖുറാനാണ്. അപ്പോൾ അവന് പറഞ്ഞു തന്നിട്ടോ ആ പാത്രം ഇങ്ങനെ ആക്കുമ്പോൾ സൗണ്ട് കേട്ടില്ല. ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കി നോക്കിട്ടോ പാത്രത്തുമ്മൽ അങ്ങനെ അതിങ്ങനെ ചുറ്റുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വരുന്ന സൗണ്ട് ഇങ്ങനെ കൂടി വരുന്ന അമ്പലത്തിലൊക്കെ പൂജാരിമാർ ഉപയോഗിച്ചില്ലെന്നാണ് പറഞ്ഞത് പോലെ. ഇത് കുറേ മുന്നേ കൊല്ലം പഴക്കമുള്ള കല്ലോ എന്തോ ആണ് അവൻ പറഞ്ഞിരുന്നുണ്ട്. പിന്നെ പാത്രത്തുമുള്ള സൗണ്ട് നമ്മളത് ടച്ച് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു വൈബ്രേഷനാണ് അത് ടച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെയുള്ള ചെക്കനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോലൊക്കെ ബാക്കിലാണ്, ഞാൻ കുറച്ച് മുന്നിലാണ്. വീഡിയോ എടുത്ത് ഇങ്ങനെ മുന്നിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഖുർആൻ പിന്നെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൊട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ എടുത്ത് നോക്കി നല്ല വെയിറ്റാണ്, 5 കിലോ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യാസീൻ മാത്രമേ ഉള്ളൂ പോലെ അതിൽ. അപ്പോൾ ഇങ്ങനത്തെ കാണാത്ത പലതും കണ്ടു. പഴയകാല ശിലങ്കകൾ, കല്ല് കണ്ടോ. ഈ കല്ല് പൊട്ടിച്ചാലും ഇതിനകത്ത് ആ കല്ലിന്റെ ചിത്രങ്ങൾ കാണും. കണ്ടോ, അതാണ് അള്ളാഹുവിന്റെ ഒരു കല്ലാണ്. അള്ളാന്റെ പ്രകാശം അള്ളാന്റെ പ്രകാശം വന്നപ്പം പർവ്വതം പൊട്ടിച്ചിട്ട് അതിന്റെ പീസാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. പൊട്ടിച്ചാൽ വലിയ പർവ്വതമല്ല, അതിന്റെ പീസാണ്. ഇത് പൊട്ടിച്ചാൽ അകത്തുണ്ട് ആ ചിത്രങ്ങൾ. പിന്നെ അതിന്റെ തൊട്ടടുത്ത് കണ്ടെങ്കിൽ ഒരു കല്ല്, അത് 2 ലക്ഷം വർഷം പഴക്കമുള്ള കല്ലാണ്. മരക്കഷ്ണം മണ്ണിലഞ്ഞാട് കല്ല് രൂപപ്പെട്ട സാധനമാണ്. മരക്കഷ്ണം കല്ലേതാണ്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നു, താത്തായി കാണിച്ചു തന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ? മൈക്കിന്റെ വിസുറച്ചിട്ടില്ലേ, അത് ഇതിന്റെ അകത്തുനിന്നാണ്. ശ്രദ്ധിക്കട്ടെ എല്ലാവരും. അതിൻ്റെ ഇടയ്ക്ക് ഇയാത്തും എന്തൊക്കെയോ കച്ചറകൾ ഉണ്ടാക്കുന്നുണ്ട്. ചെരുപ്പൂരി ഓടിക്കളിക്കുക, ചെരുപ്പ് ഇവിടെ പിന്നെ തിരഞ്ഞെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓളെ നോക്കാൻ പറയുന്ന വോയിസൊക്കെയാണ് കേട്ടോ. പിന്നെ അപ്പുറത്തുനിന്ന് പിന്നെ പ്രസംഗിക്കുന്നത് അതും കേൾക്കുന്നുണ്ട്. നമ്മൾ പിന്നെ കുറേ നേരം ഇരുന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കയറി പോകുന്നത് കേട്ടോ. അവിടെ തന്നെ ഇരിക്കണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇത് ഓരോരുത്തർ ഹുക്ക കണ്ടോ, പണ്ടത്തെ ഹുക്ക നല്ല ഭംഗിയുണ്ടല്ലേ കാണാനതൊക്കെ. പിന്നെ ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓള കളിയുണ്ട്. ഇപ്പുറത്തൊക്കെ കുട്ടികളുണ്ടാക്കിയ സാധനങ്ങൾ, കുറച്ച് നല്ല ഭംഗിയുള്ള പൂക്കളും പഴയ ഇതും ഓരോ ആർട്സായിട്ട് ഓരോന്നും ഉണ്ടാക്കിയത് കേട്ടോ. അതൊക്കെ ഞാൻ പെട്ടെന്ന് ഓടിച്ചിടുക, കാരണം ഓള കച്ചറയാണ്. ഓട് കളിക്കുക, ചെരുപ്പ് ഇടാണ്ട് ഓടുക, പിന്നെ മണ്ണിൽ കളിക്കുക, അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് ഞാൻ ഇതിവിടെ ഒക്കെ ഒന്ന് ഫാസ്റ്റായിട്ട് പോയതാണ് കേട്ടോ. ഇത് അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കണേ. ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇപ്പുറത്തെ ഇതിൽ കൂടെ ഇങ്ങനെ വന്നതാണിത്. പിന്നെ കുറേ നാട്ടിലെ കോയിൻസൊക്കെ ഉണ്ട് കേട്ടോ. കോയിൻസ് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ സ്ലോ ആക്കിയതാണ്. ഒരുപാട് നാട്ടിലെ കോയിൻസ്, ഇതൊക്കെ പിള്ളേരെ ഇതാണ്. അപ്പുറത്തെ അത് രണ്ടുമാണ് മൂപ്പര് ഇത്. അപ്പോൾ നല്ലൊരു കാണാത്ത പലതും കണ്ട ഒരു കാഴ്ച തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ പ്രാർത്ഥിക്കുക, കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ ഇയാത്ത് താഴ്ത്തുന്നു ഫുഡ് വേണോ എന്നാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയും യാത്തോ, ചെയ്യണം എന്ന് പറയും. സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയും.
ചെയ്യണേ എന്നറിയാം. എന്നാ ശരി, ഓക്കെ പറയും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കച്ചറയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.